ഇന്ന് നമുക്ക് ഈത്തപ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് ഉണ്ടാക്കിയാലോ. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഈത്തപ്പഴം, ബദാം, എള്ള്, വാൾനട്ട്, നിരക്കടല. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമുള്ളത്. നമ്മളിപ്പോൾ കണ്ട സാധനങ്ങളൊക്കെ ഒന്ന് പൊടിച്ച് വന്നിരിക്കുകയാണ്. ബദാം, എള്ള്, പിന്നെ നിരക്കടല, വാൾനട്ട്. പിന്നെ ഇത് നന്നായി പൊടിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഒരു 3 പ്രാവശ്യം ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നന്നായി പൊടിച്ച് കഴിയുമ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ രൂപത്തിലേക്കായി പോകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ഈത്തപ്പഴം കുറച്ച് ബട്ടറിട്ട് അതിനെ നല്ലോണം വിളയിപ്പിച്ചെടുക്കുക എന്ന് പറയും. നമ്മൾ ഈ ജാഗരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് ആ ജാഗരി വിളയിപ്പിക്കുക. പക്ഷേ അതുമല്ല, ഇത് ബട്ടറിൽ ഡയറക്റ്റ് ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളതിനെ ഇതേപോലെയുള്ള ഇങ്ങനെ നൈസാക്കി എടുക്കണം. ഷുഗർ വേണ്ട ആൾക്കാർക്ക് ഷുഗർ പൊടിച്ചിട്ടും അതിലിടാം. പക്ഷേ ഞാനിപ്പോൾ ഷുഗർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഒരു വലിയ പാത്രം എടുത്ത് നമ്മൾ ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം ഒരുമിച്ചിട്ട് എല്ലാം ആഡ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കണം. ആ ഈത്തപ്പഴത്തിൽ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് നന്നായി കുഴച്ചെടുത്തിട്ട് ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കണം. നന്നായിട്ട് മിക്സാക്കണം കേട്ടോ, എല്ലാ ഭാഗങ്ങളിലും. ഈ അറബിക് ഫുഡിലധികവും നമ്മൾ എള്ള് മിക്സ് ചെയ്യുന്നതാണ്. എള്ളെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ഇതാണ്. ഇതും അതുപോലെ നല്ല വിറ്റാമിൻസ് ഉള്ള സാധനങ്ങൾ തന്നെയാണ്. നിരക്കടല ആയാലും അതുപോലെ ബദാം ആയാലും ഒക്കെ ഒന്നും കൂടുതലായി കഴിക്കരുത്. എന്നാലും കുറച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്. അത് ഷുഗർ പോലും ആഡ് ചെയ്തിട്ടില്ല. ഫൈനലി ഇതാ ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മുടെ സ്വീറ്റ്. എങ്ങനെയുണ്ട്? എല്ലാവരും അഭിപ്രായം അറിയിക്കുക.